വിള ഇൻഷുറൻസിന് 69,515 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. രാസവള സബ്സിഡിക്കായി 3,850 കോടിയും നീക്കിവെച്ചു. 4 കോടി കർഷകർക്ക് ഗുണം കിട്ടുന്ന പദ്ധതികളാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഡി ധനസുമോദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ധനസുമോദ്, കർഷകർ കേന്ദ്രത്തിനെതിരെ വലിയ രീതിയിലുള്ള സമരവുമൊക്കെയായി മുന്നോട്ട് പോകുകയാണ്. ഇത്തരത്തിൽ കർഷകർക്ക് അനുകൂലമായി അല്ലെങ്കിൽ കർഷകർക്ക് ഗുണം കിട്ടുന്ന ഒരു പ്രഖ്യാപനം എന്ന രീതിയിൽ വിള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ വരുന്നത്. വിവരങ്ങൾ എന്താണ്? സ്നേഹ പറഞ്ഞതുപോലെ തന്നെ കർഷക മഹാപഞ്ചായത്ത് 4-ാം തീയതി ഖനൌരിൽ ചേരാനിരിക്കുകയാണ്. ഇത്തരത്തിൽ കർഷകർക്ക് വേണ്ടി മാത്രമായി പ്രത്യേക ഒരു മന്ത്രിസഭാ യോഗം അത് ചേർന്നിരിക്കുന്നത്. അത് പുതുവത്സര ദിനത്തിൽ ആദ്യ ദിനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു സമ്മേളനം ചേരുകയും ഈ മന്ത്രിസഭാ യോഗം പൂർണ്ണമായും കർഷകർക്ക് അനുകൂലമായിട്ടുള്ള നടപടിയാണ് എടുത്തിരിക്കുന്നതെന്നാണ് അശ്വിനി വൈഷ്ണവ് ഇതിനുശേഷം വിശദീകരിച്ചത്. കാര്യം ഇപ്പോൾ പല രാസവളത്തിന്റെ ഒരു സബ്സിഡി 2014 അപേക്ഷിച്ച് മോദി അധികാരത്തിൽ എത്തിയതിനു ശേഷം ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ ഇരട്ടിയിലേറെ വർദ്ധിപ്പിച്ചു എന്നുള്ള ഒരു കാര്യം കൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് 69,515 കോടി രൂപ ഇപ്പോൾ ഇൻഷുറൻസിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അത് കർഷകരുടെ ദീർഘനാളായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു. ഈ വിള ഇൻഷുറൻസിന് വേണ്ടി കൂടുതൽ തുക അനുവദിക്കണമെന്നുള്ളത്. അതിപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. 4 കോടി കർഷകർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട ഗുണം കിട്ടുക. ഇവരിൽ 57% പേര് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കും എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ഇത് കൂടാതെ മറ്റൊരു പ്രത്യേകത, ഈ വിള നവീകരണത്തിനും സാങ്കേതിക വിദ്യയ്ക്കും കൂടി 824 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 50 കിലോ രാസവളം 1,350 രൂപയായി തന്നെ തുടരും. ആ രീതിയിലാണ് ഇപ്പോൾ സബ്സിഡി അനുവദിച്ചിരിക്കുന്നത്. സാധാരണ ഈ രാസവളത്തിന് 3,000-ലധികം തുക വരുന്നെങ്കിൽ പോലും സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ കൂടുതൽ സബ്സിഡി നൽകുന്നതുകൊണ്ടാണ് ഈ 1,350 കിലോയുടെ ഒരു ചാക്കിന് ഈ രാസവളത്തിന് നിലനിൽക്കാൻ കാരണം. അങ്ങനെയുള്ള ഒരു കർഷകരെ ആശ്വസിപ്പിക്കുന്ന ഒരു നടപടിയാണ് പുതുവത്സര ദിനത്തിൽ തന്നെ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്.